അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് അപരാധം രേണുസുധിയാണ്. അപരാധം ഞാൻ അവർക്ക് ചാർത്തി കൊടുത്ത പേരല്ല കേട്ടോ. ചില പ്രമുഖ ബ്ലോഗേഴ്സ് അവരുടെ പേരിനോടൊപ്പം ചാർത്തി കൊടുത്ത പുതിയൊരു പട്ടമാണ്. എന്തായാലും അതോടുകൂടി അവർക്ക് അപരാധം രേണുസുധി എന്ന പേര് കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവർ തള്ളി നിൽക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് നിങ്ങൾ ബ്ലോഗേഴ്സ്, ഞാനില്ല കേട്ടോ, നിങ്ങൾ ബ്ലോഗേഴ്സും കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ തന്നെയാണ് കാരണം. അപ്പൊ അതിന്റെ പരിണത ഫലമായി ഇനി വരാൻ പോകുന്നതും നമ്മളൊക്കെ അനുഭവിച്ചേ മതിയാവുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. രേണുസുധി ആഹാരം കഴിച്ചാൽ സ്വന്തം കൈകൊണ്ട് ആഹാരം കഴിക്കുന്നു, രേണുസുധി നടന്നു വന്നാൽ സ്വന്തം കാലുകൊണ്ട് നടന്നു വരുന്നു, അങ്ങനെയുള്ള ടൈറ്റിൽ കൊടുത്ത് അവരെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് അനാവശ്യത്തിന് ആ പാവത്തിനെ ചീത്ത കളിപ്പിച്ചു. പോരാത്തതിന് ബോഡി ഷെയ്മിങ്ങും വേറെ. ഇതൊക്കെ കണ്ടും കേട്ടും കിളിപോയ രേണുസുധി നെഗറ്റീവ് കോണ്ടന്റിലാണ് റീച്ച് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ നെഗറ്റീവ് കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അപ്പൊ പിന്നെ നമ്മളിതൊക്കെ അനുഭവിച്ചേ മതിയാവും. മാസം തട്ടിമുട്ടി പോകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 30 നെഗറ്റീവ് കോണ്ടന്റ് എങ്കിലും വേണം. അങ്ങനെ ഒരു പുതിയൊരു കോണ്ടന്റും കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻസ്റ്റാ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണെന്ന് നമുക്കറിയാലോ. പ്രതീക്ഷിച്ച പോലെ അവർക്ക് കിട്ടിയ ഒരു കോണ്ടന്റ്. ഇനി ആ ഒരു കോണ്ടന്റ് വെച്ചിട്ട് വേണം കുറച്ച് ദിവസം തള്ളി നീക്കാൻ. എന്താ പറയുക, അനുഭവിക്കുക തന്നെ.